മുള്ളംപന്നിയെ തല്ലിക്കൊന്ന കേസിൽ തിരുവനന്തപുരം വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശി കീഴടങ്ങി. പരുത്തിപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലാണ് കീഴടങ്ങിയത്. വെള്ളനാട് ശശിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. സിജോ വി ജോൺ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സിജോ, പറയൂ. ജില്ലാ കോടതി വെള്ളനാട് ശശിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നത്. അതിന് പിന്നാലെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ഇയാൾ ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയിരിക്കുന്നത്. പത്തിപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് കീഴടങ്ങിയിരിക്കുന്നത്. അവിടെ നിന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി ഇപ്പോൾ വെള്ളനാടേക്ക് കൊണ്ടുവരികയാണ്. അവിടെ എത്തി ഈ സംഭവ സ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തുന്ന നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കും. അതിനുശേഷമായിരിക്കും മറ്റു തുടർ നടപടികളിലേക്കൊക്കെ അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുക. എന്തായാലും ഈ ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷവും വളരെ നാടകീയമായ രംഗങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ എത്തി കീഴടങ്ങിയ വെള്ളനാട് ശശിക്ക് ഇരിക്കാൻ വേണ്ടി കസേര നൽകിയപ്പോൾ വെള്ളനാട് ശശി കസേരയിൽ ഇരിക്കാൻ തയ്യാറായില്ല. താനൊരു കേസിലെ പ്രതിയാണ്, അതുകൊണ്ട് കസേരയിൽ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലത്ത് ഇരിക്കുകയാണ് ചെയ്തത്. പിന്നീടാണ് പോലീസ് എത്തി അദ്ദേഹത്തെ അന്വേഷിക്കുകയും പിന്നീട് അവിടുന്ന് വെള്ളനാടേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. വെള്ളനാട് ശശി ഈ മുള്ളംപന്നിയെ കൊന്ന കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. അതിനിടെ പലതവണ പോലീസിൽ നിന്ന് ഉൾപ്പെടെ ഫോറസ്റ്റിന് വിവരം നൽകിയിട്ടും അദ്ദേഹത്തെ പിടികൂടാനുള്ള നടപടി ഉണ്ടായിരുന്നില്ല. ആദ്യം ഈ കേസിൽ അന്വേഷണം ഒളിവിൽ പോകുന്ന സമയത്ത് ഇവിടുത്തെ പോലീസ്, തിരുവനന്തപുരം പോലീസ് അദ്ദേഹം ഒളിവിൽ കഴിയുന്ന സ്ഥലമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫോറസ്റ്റിന് വിവരം നൽകിയിരുന്നു. ആ വിവരം നൽകിയിട്ട് പോലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ഒന്ന് പിടികൂടാനൊന്നും തയ്യാറായിരുന്നില്ല. അതിനുശേഷം സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ വന്ന് പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ വരികയും ചെയ്തിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ നാടകീയമായി തന്നെ വെള്ളനാട് ശശി കീഴടങ്ങിയിരിക്കുന്നത്.